ഹായ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നിറയെ പോത്ത് നിന്ന് നമ്മുടെ വൈറ്റ് പെറ്റൂണിയ ഇന്ന് മൊത്തം വെട്ടിക്കളഞ്ഞിട്ടുണ്ടേ. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് വിഷമമുണ്ടാക്കുമെങ്കിലും പിന്നീട് നമുക്ക് അതിലേറെ സന്തോഷം തരുമെങ്കിൽ അത് ആ സമയം അങ്ങ് ചെയ്യുന്നത് തന്നെയാണ് നല്ലതല്ലേ. എന്നാൽ നമുക്ക് ഇന്ന് ആ വൈറ്റ് പെറ്റൂണിയ മൊത്തത്തിലങ്ങ് വെട്ടിക്കൂട്ടാമേ. ഈ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നതേ ചായ കുടിക്കാനല്ല കേട്ടോ. നമ്മളെ വെട്ടിയെടുക്കുന്ന വൈറ്റ് പെറ്റൂണിയെന്ന് നല്ല കട്ടിങ്സ് എടുത്ത് നമുക്ക് നട്ട് വെക്കണ്ടേ, അതിനായിട്ടാണേ. ഇത് കുറച്ച് നാളായിട്ട് നമുക്കിതുപോലെ നല്ലതായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പം അതിൻ്റെ പൂക്കളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുമല്ല, ഇപ്പോൾ ഒരു വാലും ചേലും ഇല്ലാത്ത രീതിയിൽ എങ്ങോട്ടൊക്കെയോ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു ഭംഗിയില്ലാതായി പോവും. അപ്പോൾ അതിനു മുന്നേ നമുക്ക് കട്ടിങ്സ് വെച്ച് വേറെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കണം. ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഞാൻ ഇതിനു മുന്നേ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ അവരെ കട്ട് ചെയ്ത് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കി വെക്കുകയാണ് വേണ്ടത്. പക്ഷേ എൻ്റെ സമയക്കുറവ് കാരണം എനിക്ക് സാധിച്ചില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്ലാന്റ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മദർ പ്ലാന്റ്. അതിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അന്ന് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തതാണ് ഈ പ്ലാന്റ്സ് എല്ലാം. അതും ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും പൊട്ടിത്തിളിർത്ത് വന്നതാണ് ഈ മദർ പ്ലാന്റ്. വീണ്ടും എന്തായാലും ഞാൻ കട്ട് ചെയ്ത് നിർത്തുകയാണ്. എനിക്ക് തോന്നുന്നു അതിപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് 1 ഇയർ കൂടുതലായേ. നമ്മുടെ ഈ പെറ്റൂണിയാസിനൊന്നും അധികം ലൈഫില്ല കേട്ടോ. നമ്മൾ വീണ്ടും വീണ്ടും പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് നഷ്ടമായി പോവേ. നമ്മുടെ ഈ വയലറ്റ് പെറ്റൂണിയ ഉണ്ടല്ലോ, നാടൻ വൈറ്റിൻ്റെ തന്നെ വയലറ്റ് കളറിലെ പെറ്റൂണിയ, അതെനിക്ക് ഒരു കാലത്ത് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം നഷ്ടമായി പോയിട്ടുണ്ട്. എവിടെന്നെങ്കിലും കളക്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടേ. ഈ പെറ്റൂണിയ ഞങ്ങളുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണേ. നല്ല ചൂടത്ത് ജസ്റ്റ് ഒന്നത് വാടുമെങ്കിലും കുറച്ച് വെള്ളമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർ നല്ല ഹാപ്പി ആയിക്കോളൂ കേട്ടോ. എന്തായാലും പൂക്കൾ നിൽക്കണതൊന്നും ഞാൻ നോക്കുന്നില്ല, കാരണം അങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കട്ടിങ്സ് എടുക്കാൻ കഴിയില്ല കേട്ടോ. ഈ വൈറ്റ് കളറിലെ പൂക്കൾ ഇങ്ങനെ നിൽക്കുമ്പോൾ വീഡിയോയിലൊക്കെ നല്ല ഭംഗി തന്നെ ആയിരുന്നേ. എനിക്ക് എന്തായാലും നല്ല വിഷമമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഓർത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. അടുത്ത് കിടക്കുന്ന പ്ലാന്റ്സ് ഒക്കെ തമ്മിൽ മൊത്തത്തിൽ കുരുങ്ങി കിടക്കുകയാണ് കേട്ടോ. എന്തായാലും ഒരു ദാക്ഷിണ്യം ഇല്ലാതെ എല്ലാം ഞാൻ വെട്ടിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെട്ടി വെട്ടി വന്നപ്പോഴാണ് നമ്മുടെ ഇപ്പം ഞാൻ കട്ട് ചെയ്യാൻ പോകുന്ന ആ പ്ലാന്റിൽ ഫുള്ള് നമ്മുടെ ഈ വൈറ്റ് കളറിലെ ഫംഗൽ ഇൻഫെക്ഷൻ പിടിപെട്ടിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഞാൻ കട്ട് ചെയ്തെടുത്ത് കൈയോടെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടേ. നമ്മൾ വീണ്ടും അത് അവിടെ തന്നെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്ലാന്റ്സിൽ കൂടി അത് ഇൻഫെക്റ്റഡ് ആവുക കേട്ടോ. ഇപ്പം എന്തായാലും കട്ട് ചെയ്യാൻ ഇറങ്ങിയത് കാര്യമായി, അല്ലെങ്കിൽ ഞാൻ അത് കാണില്ലായിരുന്നേ. ആട്ടിനെ തോല് വെട്ടുന്നത് പോലെ ഒരു കെട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെല്ലാം ഗ്ലാസ്സിൽ മണലിട്ടിട്ട് നടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മണ്ണിൽ നട്ട് വെച്ചാലും മതി, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ മണലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ മണലിൽ നടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട കട്ടിങ്സ് മാത്രം കളക്ട് ചെയ്ത് എടുക്കണം. ആ ഫ്ലവർ ഉള്ളതെല്ലാം നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം. അതൊക്കെ നട്ട് വെച്ചാൽ പിടിക്കില്ല കേട്ടോ. ഇതിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് എടുക്കാം. ഇപ്പോൾ കിട്ടിയ ഈ കട്ടിങ് ഇതിനെ തന്നെ 2 കട്ട് ചെയ്യാം. ഒരുപാട് ഹൈറ്റിൽ കട്ട് ചെയ്ത് നടാതിരിക്കുന്നതാണ് ബെറ്റർ. അവിടെ നിന്ന് വെട്ടിക്കോട്ടാൻ കുറച്ച് ഈസി ആയിരുന്നു. ഇതിന് നമുക്ക് ആവശ്യമായ കട്ടിങ്സ് എടുക്കാനാണ് കുറച്ച് ടാസ്ക്. കുറച്ചധികം സമയം അങ്ങനെ നമ്മൾ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. പെറ്റൂണിയെ പിടിച്ചു തുടങ്ങി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ ആണെങ്കിൽ നമുക്കതിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കണേ. എൻ്റെ കയ്യിൽ 1-2 വൈറ്റ് പെറ്റൂണിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഇപ്പോഴെങ്കിലും നമ്മൾ ഇവരെ കട്ട് ചെയ്ത് നട്ടില്ലെങ്കിൽ നമുക്ക് ഇത്രയും കട്ടിങ്സ് പോലും കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പൂക്കളുള്ള ഭംഗി എന്ന് നോക്കാതെ കണ്ട് മൊത്തത്തിൽ കട്ട് ചെയ്തതേ. അങ്ങനെ കുറേ സമയം ഇരുന്ന് കുറേ കട്ടിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എല്ലാ ഗ്ലാസ്സിലും മണൽ നിറച്ചിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് കുത്തി വെച്ച് കൊടുക്കാവേ. ഒരു ഗ്ലാസ്സിൽ 2-3 കട്ടിങ്സ് ഒക്കെ വെക്കുന്നുണ്ടേ. കാരണം നമ്മുടെ കയ്യിലുള്ള ഇത്രയും ഗ്ലാസ് തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വേറെ പോട്ടൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ ഉള്ള ഗ്ലാസ്സിലെല്ലാം നമുക്ക് കിട്ടിയ കട്ടിങ്സ് കുത്തി വെച്ചിട്ടുണ്ട്.
ഇതൊന്ന് പിടിച്ചു വരുന്നത് വരെ ഇവരെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ. അതുപോലെ ഈ കട്ടിങ്സ് എല്ലാം പിടിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂട് കൂടിയാണല്ലോ അല്ലേ, അപ്പോൾ അവർക്ക് വേണ്ട സമയത്ത് നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പിടിച്ച് കിട്ടിക്കോളും കേട്ടോ. ഈ പെറ്റൂണിയൊക്കെ നല്ല ഈസിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പൂക്കളെ എല്ലാം അങ്ങ് കളഞ്ഞേക്കാം കേട്ടോ. ഇനി നമ്മളതിനെ കണ്ടിരുന്ന് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ യെല്ലോ പെറ്റൂണിയ ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ടൈമിൽ വേണം നമ്മൾ കട്ടിങ്സ് എടുത്ത് വെച്ച് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിലെ ഒരു നമ്മുടെ മാരിഗോൾഡിൻ്റെ പ്ലാന്റ് അതിക്രമിച്ച് കടന്നുകൂടി പിടിച്ചു വന്നിട്ടുണ്ട്. അതിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് വേറൊരു പോട്ടിൽ നട്ടുവെക്കണം. ഈ പ്ലാന്റിൽ നിന്ന് ഒരു കട്ടിങ്സ് എടുക്കാനായിരുന്നു എനിക്ക് നല്ല കൺഫ്യൂഷൻ. നമ്മുടെ വൈറ്റ് പെറ്റൂണിയെ വെട്ടിക്കൂട്ടുന്നതിന് എനിക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. കാരണം ഇതിലെ എല്ലാ ബ്രാഞ്ചസിലും മൊട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് എടുക്കാൻ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒരു ചെറിയ കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റെഡ് ടൈഡൽ വേവ് പെറ്റൂണിയാണ്. അതിലെനിക്ക് ഇതുവരെയും ഫ്ലവർ ഉണ്ടായിട്ടില്ല. എന്നാലും അതിൻ്റെയും 2 കട്ടിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡബിൾ പെറ്റൽ പെറ്റൂണിയുടെയും കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കാനായിട്ട് ഗ്ലാസ് ഒന്നും എൻ്റെ കയ്യിലില്ലേ കേട്ടോ. അങ്ങനെ ഞാൻ പഴയ കുറച്ച് ചിരട്ടകൾ എടുത്തിട്ട് വന്നിട്ടുണ്ടേ. ആ ചിരട്ടയിൽ ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് അതിനകത്ത് പ്ലാന്റ്സ് തന്നെ നട്ടിരുന്നതാണേ. നമുക്ക് എന്നിട്ട് ഈ എടുത്ത കട്ടിങ്സിന് ഞാൻ അടിഭാഗത്തുള്ള കുറച്ച് ലീവ്സ് എടുത്ത് കളയുന്നുണ്ട്. ഇതാണ് നമ്മുടെ യെല്ലോ പെറ്റൂണിയുടെ കട്ടിങ്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു വിരലുകൊണ്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. നമ്മുടെ വൈറ്റ് പെറ്റൂണിയ നട്ടതുപോലെ അത്ര കെയർലെസ് ആയിട്ട് അങ്ങനെ നട്ടാൽ ഇത് പിടിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നത്. ഇനി എല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. പതിയെ നമുക്ക് അവർക്ക് എല്ലാവർക്കും ഇതുപോലെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ദിവസം നമുക്ക് ഇവരെ നന്നായിട്ട് കെയർ ചെയ്യണം. എങ്കിലേ നമുക്ക് ഇവരെ നല്ല ഹെൽത്തി ആയിട്ട് എല്ലാ പ്ലാന്റ്സും പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ പ്രൊപ്പഗേഷൻ ഏരിയയിൽ ഇരിക്കുന്ന എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അധികം വെയിലില്ല കേട്ടോ, ഷെയ്ഡ് ഉള്ള ഏരിയ ആണ്. അതുകൊണ്ടാണ് ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ.